എഴുതി ശ്രീകുമാർ സാറും അതുപോലെ തന്നെ സമയം ഇവർ രണ്ടുപേരുമാണ്. രണ്ടുപേരും ഇങ്ങനെ ആദ്യം വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്ലീസ് ബോത്ത് ഓഫ് യു. ശ്രീകുമാർ സർ ഓൾറെഡി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത് 37ാമത്തെ റാങ്ക് ആണ്. ആൻഡ് സമയം 295 റാങ്കും കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതുവരെ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. അപ്പൊ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് എവ്രിവൺ. എല്ലാവർക്കും ഉള്ളൊരാഗ്രഹം, PSC പഠിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് സർക്കാർ ജോലി വാങ്ങിക്കുക. അപ്പൊ ഞാൻ ആ ആഗ്രഹം 3 വർഷങ്ങൾക്ക് മുമ്പ് വിവിധ ലിസ്റ്റുകളിലൂടെ നേടിയെടുത്ത ഒരാളാണ്. പക്ഷേ നമ്മുടെ സ്വപ്നം അല്ലെ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ അധ്യാപകർ ചോദിക്കും നിനക്ക് എന്താണ് ആകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു അധ്യാപകനാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിലേക്ക് ഇപ്പോൾ എത്തിപ്പെടുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൊല്ലം ഡയറ്റിൽ പഠിച്ചത് 2018-20 സമയങ്ങളിൽ. അപ്പൊ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ ജോലി കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ 90% രീതികളിൽ സഞ്ചരിച്ച് എത്തി നിൽക്കുകയാണ്. ഇനി നമ്മുടെ കൈകളിൽ എത്താനുള്ളത് ഒരു അഡ്വൈസ് മെമ്മോയും അപ്പോയിന്റ്മെന്റ് ലെറ്ററുമാണ്. ഇപ്പം നമ്മളെ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന നമ്മളിവിടെ എത്തിച്ചേർത്ത നമ്മുടെ CCയിലെ അധ്യാപകരുണ്ട്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, നമ്മളെ മാതാപിതാക്കളുണ്ട്, അങ്ങനെ ഒട്ടനേകം ആളുകളുണ്ട്. അവരെയൊക്കെ ഓർക്കുന്ന ഒരു നിമിഷമായിട്ടാണ് ഞാൻ ഈ ഒരു അവാർഡ് ദിശയെ കാണുന്നത്. എല്ലാവർക്കും ഒറ്റവാക്കിന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് അതായത് സാധാരണ ഓർത്തും മറന്നു പോകും, അങ്ങനെയൊക്കെ പരസ്പരം നീ എന്തെങ്കിലും മറന്നു അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രണയിച്ച് നടന്ന ആ സമയമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ മിണ്ടാറൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ആണ് ഇപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചപ്പോ ഞങ്ങളുടെ കല്യാണം പരീക്ഷയ്ക്ക് ശേഷമായിരുന്നു. ഇന്റർവ്യൂ സമയത്താണ് റീസെന്റ് മാരേജാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്കൂളിൽ കിട്ടുക, വീടിനടുത്ത് കിട്ടുക, അത് ദൂരെയായാലും കുഴപ്പമില്ല, ദൂരെയായാലും വരും, പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, നല്ല അധ്യാപകരായിട്ട് എത്തിപ്പെടാൻ സാധിക്കട്ടെ.